വേദിയിലിരിക്കുന്ന സഖാക്കളെ, പ്രിയ സഖാക്കളെ, എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. പക്ഷെ അതിന് തൊട്ട് മുൻപ് ഒരു 2 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് പോകാം. മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കുന്ന കോൺഗ്രസ് അതിനുവേണ്ടി പടച്ചുവിടുന്ന നുണകൾ, അതിൽ പെട്ട് നമ്മൾ നിശബ്ദരാകരുത്, നമ്മൾ പുറകോട്ട് പോകരുത്. നമ്മൾ പരിശോധിച്ചാലറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ആ മതത്തിൽ പെട്ടതുകൊണ്ട് മാത്രം ജീവനൊടുക്കേണ്ടി വന്നത്, ജീവിക്കാൻ നിർവാഹമില്ലാത്ത വന്ന സ്ഥലങ്ങൾ ഒട്ടനവധിയുണ്ട്. അതിനെതിരെ CPM നമ്മളുമൊക്കെ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥി, CPMൻ്റെ ഒരു സ്ഥാനാർത്ഥി ഒരു മതത്തിൽ പെട്ടുപോയതുകൊണ്ട്, വേറൊരു മതത്തിൽ പെട്ടുപോയതുകൊണ്ട് ആ സഖാവിനെ ജാതിയും മതവും പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രതികരിക്കുന്നത്? ഇവിടെ ഒരാളിന് ഒരു മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ പറയുന്ന കോൺഗ്രസും BJPയും തമ്മിൽ എന്താണ് വ്യത്യാസം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിലും പറയുന്നുണ്ട്, കോൺഗ്രസും BJPയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ സഖാക്കൾ പറയും. എന്നാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആസന്നമായ തിരഞ്ഞെടുപ്പിൽ ഈ 3 വാർഡിനെയും, നമ്മുടെ ഈ മുതലപ്പുഴി വാർഡിനെ ഉൾപ്പെടെ 3 വാർഡിനെയും ഏത് രീതിയിലും അവർ നേരിട്ട് അവർക്ക് പരാജയപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, അവർ ഏത് മോശപ്പെട്ട വഴിയും അവർ പ്രയോജനപ്പെടുത്തുമെന്നുള്ളതിൽ അതിലൊരു ഇതും വേണ്ട. അതിനാരെയും അവർ കൂട്ടുപിടിക്കും, അതിലൊരു സംശയം വേണ്ട. അതിനവരാരെയും കൂട്ടുപിടിക്കും. ഏത് മോശപ്പെട്ട വഴിയിലും പോകും. ഇതിനു വേണ്ടിയിട്ട് മതം ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരോട് എനിക്കൊരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. അങ്ങനെ മതം പിടിച്ച് സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരിൽ ആരൊക്കെയാണ് അത് പറയാനായിട്ട് അർഹതയുള്ളവർ? അവരൊക്കെ വിലങ്ങണിഞ്ഞ് ഈ മതം ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നവരെ വിലങ്ങണിഞ്ഞ് ജയിലിൽ പോയത് സ്വാതന്ത്ര്യസമരത്തിനല്ല. ഇവിടെ കാണിച്ചു കൂട്ടിയ പല കൊള്ളരുതായ്മയ്ക്കും പല പോക്രിത്തരത്തിനും ആണ് അവർ വിലങ്ങണിഞ്ഞ് പോലീസ് അകത്തുകൊണ്ടുപോയിട്ടത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തല കുമ്പിട്ട് നാണം കെട്ട് പോകേണ്ടുന്നൊരവസ്ഥ ഉണ്ടാവും. അതിലൊരു സംശയം വേണ്ട. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഒത്തൊരുമയോടുകൂടി നിന്ന് ഈ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കൊപ്പം എന്ന് നിൽക്കുന്ന നമ്മുടെ ഉശരരായ പ്രവർത്തകരെ, സഖാക്കളെ, നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഖാക്കളെ, ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ഈ 9-ാം തീയതി തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് വെച്ചാൽ 3 ത്രിതല പഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തിലേക്ക് ഇവിടെ മത്സരിക്കുന്നത്, ഇത് പട്ടികജാതി സംവരണ സീറ്റാണ്. ഇവിടെ മത്സരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ദീപ്തിയാണ്. അത് കഴിഞ്ഞ് 13-ാം വാർഡ് മത്സരിക്കുന്നത് സഫീറയാണ്. 12-ൽ 11-ൽ സഫീദ അല്ലേ, സഫീദ. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, അപ്പോൾ അതാണ് 3 ബാലറ്റുകളുടെ. ആദ്യത്തെ ബാലറ്റിൽ ഗ്രാമപഞ്ചായത്ത് ദീപ്തിക്കാണ് വോട്ട്, അരിവാൾ ചുറ്റിയ നക്ഷത്രം. രണ്ടാമത്തേത് ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സജിത് ഉമ്മറാണ് മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. അപ്പോൾ അതും അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ്. അത് കഴിഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് നമ്മുടെ CITയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയൊക്കെ നേതാവായിട്ടുള്ള സഖാവ് 5 സുരേന്ദ്രനാണ്. ഈ 3 സഖാക്കളെയും വിജയിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ആലോചിക്കുന്നതിനുമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള വികസനങ്ങളെ സംബന്ധിച്ച് വായി സാവൂടെ ഉണ്ട്, സൂചിപ്പിക്കും. ഞാനൊരു ഏകദേശ കാര്യം പറയാം. ഈ നമ്മുടെ പഞ്ചായത്തിൽ ഈ മുതലപ്പൊഴി ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ 177 കോടി രൂപയുടെ അല്ലേ, 170. ഇവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളല്ലാതെ, ഹാർബർ വന്നതിനല്ലാതെ ഇപ്പോൾ ഈ ഹാർബറിലുള്ള ന്യൂനതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടും ഹാർബറിനെ കൂടുതൽ മെച്ചപ്പെട്ട സുരക്ഷിതമായ ഒരു ഹാർബറാക്കി മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ലേലപ്പുര ഉൾപ്പെടെയുള്ള ഈ മറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഫിഷിംഗ് ഹാർബറാണ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സുരക്ഷിതമായ ഫിഷിംഗ് ഹാർബറാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. 177 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്ന് ഈ പ്രദേശത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ മേൽപ്പാലം വന്നു, അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നിട്ടുള്ള
പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്ത് മാറുക. തീരദേശ ഹൈവേ വരാൻ പോകുന്നു, നമ്മുടെ പഞ്ചായത്ത് മാറാൻ പോവുകയാണ്. നമ്മുടെ ഈ ഹാർബർ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഹാർബറിൽ ഇപ്പോൾ എത്ര ബോട്ടുണ്ട് നമ്മുടെ രണ്ട് വശത്തുമായിട്ട്? അറിയാമോ ആർക്കെങ്കിലും? എത്ര ബോട്ടുണ്ട്? 800 ബോട്ട് അല്ലേ? 800 ബോട്ടുകളുണ്ട്. ഒരു ബോട്ടിൽ 50 മുതൽ 30 വരെയാണ്. 40, 50 ഉള്ള ആളുകളുണ്ട്, 40 ഉണ്ട്, 30 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ശരാശരി 40 ആളുകൾ വെച്ചാൽ 800 ബോട്ടുകളിലൂടെ എത്ര തൊഴിലാളികളുണ്ട്? 32,000 തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ ബോട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഹാർബറിൽ 32,000 മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹാർബറിൽ 32,000 കുടുംബങ്ങൾ നല്ല മര്യാദയ്ക്ക് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സൗകര്യം നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ വാർഡിലുള്ള ഈ ഹാർബറിൽ നടക്കുന്നുണ്ട്. അത് മാത്രമല്ലല്ലോ, ഹീസമോൻ ഉൾപ്പെടെ അവിടെ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ, നാനാജാതി മതത്തിലും പെട്ട വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ മത്സ്യക്കച്ചവടം നടത്തുന്നുണ്ട്. പരമ്പരാഗത മത്സ്യവ്യാപാരികളല്ലാതെ നല്ല വിദ്യാഭ്യാസമുള്ള പല ആപ്പുകളുണ്ട്. വാട്സപ്പിലും അല്ലാതെയൊക്കെ ആപ്പുകളുണ്ടാക്കി മത്സ്യക്കച്ചവടം ഓൺലൈനായി ഉൾപ്പെടെ മത്സ്യക്കച്ചവടം നടത്തുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള 100 കണക്കിന് ചെറുപ്പക്കാർ. അങ്ങനെ 10-40,000 ആളുകൾ പണിയെടുക്കുന്ന ഒരു വാർഡിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. നമ്മളറിയണം, നമ്മുടെ ഓരോ വീടുകളിലും ഈ ഹാർബർ വന്നത് കാരണം ഉണ്ടായിട്ടുള്ള, നമ്മുടെ ഓരോ വീടുകളിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ പറയണം. ഈ നേരത്തെ ഈ സംഭവം പറയുമാതിരി മതവും ഒക്കെ പറഞ്ഞിട്ട്, മതതീവ്രവാദം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റു അപരമത വിദ്വേഷം പറഞ്ഞിട്ട് നമ്മുടെ വീടുകളിൽ വരുന്ന ആളുകളോട് ചോദിക്കണം, മതം തിന്നാൽ നമുക്ക് ആഹാരം വയറ് വയ്ക്കൂല. ഇത്രയും ആളുകൾക്ക് നമ്മുടെ വാർഡ് തൊഴിൽ കൊടുക്കുന്നുണ്ടോ? ആ വീടുകളിൽ കഞ്ഞി വയ്ക്കുന്നുണ്ടോ? അതെല്ലാം ഉണ്ട്. അത് നമ്മുടെ വികസന പ്രവർത്തനങ്ങളാണ്. സർക്കാരിന് ഇപ്പോൾ ഇവിടെ അപകടങ്ങളുണ്ടായി. ഞാൻ ഇത്രയും കാലമൊക്കെ എല്ലായിടത്തും പ്രസംഗിച്ച് നടക്കുമായിരുന്നു. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പെരുമാതുറ ഭാഗത്തുള്ള ബോട്ടുകളിൽ അപകടത്തിൽപ്പെടുന്നില്ല. ഇപ്പോൾ ഒരെണ്ണം ഒന്നും സംഭവിച്ചില്ലേ? ഒരു പെരുമാതുറ ഭാഗത്തുള്ള ഒരു ബോട്ട് ചരിത്രത്തിലാകെ, ഞാൻ ഇത് പഠിക്കുന്ന ആളാണ്, ചരിത്രത്തിലാകെ പെരുമാതുറയുള്ള ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടുള്ളൂ അല്ലേ? ഒരേ ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്കും അതിൻ്റെ അർത്ഥം മറ്റുള്ളവരാരും മോശക്കാരായതുകൊണ്ടല്ല, നമ്മൾ കുറേ കൂടി മെച്ചപ്പെട്ട മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടാണ്. ഈ കടലിനെ അറിഞ്ഞ് അല്ലെങ്കിൽ അഴിമുഖത്തിനെ അറിഞ്ഞ് നമ്മൾ ബോട്ട് ഇറക്കുകയും ബോട്ട് കയറ്റുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ അപകടം ഉണ്ടാകാത്ത. ഈ പെരുമാതുറ ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾ പോയിട്ടുള്ള ഒരേ ഒരു ബോട്ടേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് നമ്മുടെ മിടുക്കുകൊണ്ടാണത്. നമ്മൾ സുരക്ഷിതമായി ബോട്ടിനെ കരയ്ക്കെത്തിക്കാൻ തിരിച്ചു ഹാർബറിൽ കൊണ്ടുവരുന്നു, ഹാർബറിൽ നിന്ന് പോകുന്നു, നമ്മൾ സുരക്ഷിതമായി വരുന്നു. നമ്മൾ അതിനെ വിശ്വാസത്തിൽ എടുത്തിട്ട്, നമ്മുടെ തൊഴിലാണ്, നമ്മുടെ ജീവനാണ്, കടലമ്മയാണെന്നുള്ള വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മളെ പണിയുന്നതുകൊണ്ടാണ് ഇത്രയും 100 കണക്കിന് അപകടം ഈ മുതലപ്പൊഴി ഹാർബറിൽ ഉണ്ടാകുമ്പോൾ പെരുമാതുറയിൽ നിന്ന് ഒരു അപകടം ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മുടെ തൊഴിലാളികൾ കുറെ കൂടി മെച്ചപ്പെട്ട ആളുകളായതുകൊണ്ടാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് തൊഴിൽ ചെയ്യുന്നതുകൊണ്ടാണ്. അതൊരു വിവാദം ഇരിക്കട്ടെ. നമ്മളിപ്പോൾ പോകുമ്പോൾ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും. നമുക്കറിയാം, ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതിന് ശേഷം ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം, മത്സ്യത്തൊഴിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന പെരുമാതുറത്തെ ആളുകൾ കൃഷിക്കാരായി മാറി. വലിയ കൃഷിക്കാരായിട്ട്, ശാസ്ത്രീയമായ രീതിയിൽ ആധുനിക കൃഷി ചെയ്യുന്ന കൃഷിക്കാരായിട്ട് ഈ പഞ്ചായത്തിൻ്റെ, നമ്മുടെ വാഗീ സഹാവും പ്രസിഡൻ്റായതിനും അതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് 10-50ഓളം കർഷകർ, ഹൈടെക് കർഷകരുണ്ട് ഈ വാർഡിലും നമ്മുടെ 3 വാർഡുകളിലുമായിട്ട്. അതൊരു വലിയ മാറ്റമാണ്. നമ്മുടെ സ്ത്രീകൾ, നമുക്കറിയാം, സാധാരണ മത്സ്യത്തൊഴിലാളികളിൽ അപ്പുറത്തെ വശത്താണെങ്കിൽ സ്ത്രീകളും പണിക്ക് പോകും. നമ്മുടെ സ്ത്രീകൾ മത്സ്യക്കച്ചവടത്തിന് പോകില്ല. അത് നമ്മുടെ ഓരോ നമ്മുടെ കുടുംബത്തിൻ്റെ രീതിയാണത്. നമ്മുടെ വീട്ടിലെ തൊഴിലാളികൾ, ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ ആളുകൾ തൊഴിലുറപ്പിനെയാണ് നമ്മുടെ സ്ത്രീകൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്തെല്ലാം ഉണ്ടായി, ആരോഗ്യരംഗത്തുണ്ടായ മാറ്റങ്ങൾ. ആരോഗ്യം നമുക്കറിയാം, നമ്മുടെ ചിറയൻകീഴ് ആശുപത്രിയിൽ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി വരാൻ പോകുന്നു. ഇപ്പോൾ ഈ പെരുമാതുറ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ പോയാൽ, നേരത്തെ ഒരു 9 വർഷം മുമ്പ് പോയാൽ അവിടെ പോയാൽ ഒരു ഡോക്ടറല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ചിറയൻകീഴ് പോകാൻ പറയും. ഇവിടെ ഇപ്പോൾ എല്ലാ 3 ഷിഫ്റ്റിലുള്ള 2 ഷിഫ്റ്റിൽ ഡോക്ടർമാരുണ്ട്, 3 ഡോക്ടർമാരുണ്ട്, മരുന്നുകൾ എഴുതുന്നുണ്ട്. ആ മരുന്നുകളെല്ലാം അവിടെ ലഭ്യമാണല്ലേ? എല്ലാ മരുന്നും കിട്ടുന്നില്ലേ? 9 കൊല്ലം മുമ്പ് ആശുപത്രി മരുന്ന് കിട്ടുമോ? തുണ്ടെഴുതി കൊടുക്കും. ലാബ് സൗകര്യമില്ലേ? ഇതുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഈ സർക്കാർ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണ് ആരോഗ്യ മേഖലയിലെ മാറ്റം. ചിറയൻകീഴ് ആശുപത്രി നിങ്ങൾ പോയിട്ടുണ്ടോ? രാവും പകലും തള്ളാണ് അവിടെ. നേരത്തെ പകല് OP വരാനായിട്ടാണ് തള്ളു. ഇപ്പം നിങ്ങൾ വെളുപ്പാങ്കാലത്ത് പോയി നോക്ക്, ഒരു 25 പേര് ആ ക്യൂവിൽ കാണും. ലബോറട്ടറി പരിശോധനകൾ നടക്കുന്നുണ്ട്, എക്സ്റേ എടുത്തു കൊടുക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട് അവിടെ സൗജന്യമായ രീതിയിൽ. എല്ലാം മരുന്നുകളും ലഭ്യമാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ഓരോ മരുന്നുകൾ. ഇപ്പം നമ്മുടെ ഇവിടെ ഡയബറ്റീസൊക്കെ ഉള്ള ആളുകളുണ്ട്, BP ഒക്കെ ഉള്ള ആരുണ്ട്,
ഡയബറ്റീസിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആരുണ്ട്? ഈ നമ്മുടെ ആശുപത്രി പോയി മരുന്ന് കിട്ടൂലേ? മുതിർന്ന ആളുകൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 1 മാസത്തെ മരുന്ന് ഒന്നിച്ച്, ഹൃദ്രോഗികൾക്കായിരുന്നാലും ശരി, BP ഉള്ളവർക്കായിരുന്നാലും ശരി, ഷുഗർ ഉള്ളവർക്കായിരുന്നാലും ശരി, 1 മാസത്തേക്കുള്ള മരുന്ന് ഒന്നിച്ച് നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് കിട്ടും, ആശുപത്രിയിൽ നിന്നും കിട്ടും. ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ ആശുപത്രികളിൽ നിന്ന് ഇങ്ങനെ മരുന്ന് 1 മാസത്തേക്കുള്ള മരുന്ന് കിട്ടി കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവിടെ എന്താണ് നടന്നത്? ആശുപത്രി ഇപ്പോൾ ഒരു മരുന്നുമില്ല, എല്ലാം നീട്ടി വലിച്ച് തുണ്ടെഴുതി കൊടുക്കും. രക്തം പരിശോധിക്കണമെങ്കിൽ പുറത്തു പോയി പരിശോധിക്കണം. അപ്പോൾ ആശുപത്രി തള്ളു കുറവായിരുന്നു. ഇപ്പം നമ്മുടെ ആശുപത്രി ഭയങ്കര തള്ളാണ്. മെഡിക്കൽ കോളേജിൽ ആളുകൾ കാല് കുത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തിക ശേഷി ഉള്ളവർ സ്വകാര്യ ആശുപത്രികളെ സമീപിച്ച് ചികിത്സിക്കാൻ സാമ്പത്തിക ശേഷി ഉള്ളവർ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളിൽ വരുന്നതുകൊണ്ട് അവിടെ നല്ല തിരക്കാണ്. ആളുകൾക്ക് കിടക്കാൻ ബെഡ് കിട്ടുന്നില്ല, തറയിൽ കിടക്കുന്നു. അപ്പോൾ പരാതി വരുന്നല്ലേ? പണ്ട് ആളുകൾ സർക്കാർ ആശുപത്രി പോകാത്തതുകൊണ്ട് ഒരു പരാതിയില്ല. മരുന്ന് കിട്ടാത്തവരെ സംബന്ധിച്ച് ഇന്ന് ഏതെങ്കിലും ഒരു മരുന്ന് കിട്ടിയില്ലെങ്കിൽ പരാതിയാണ്. 5 മരുന്ന് എഴുതുമ്പോൾ 1 മരുന്ന് കിട്ടിയില്ലെങ്കിൽ പരാതിയാണ്. പണ്ട് 1 മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പരാതിയില്ലായിരുന്നു. അതാണ് മാറ്റം, നമ്മുടെ പള്ളിക്കൂടങ്ങളിലുണ്ടായ മാറ്റം. കുട്ടികൾ വന്നാൽ രാവിലെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു കയറുതൊഴിലാളിയുടെ മോനും ഒരു അച്ഛൻ്റെ കൈത്തറി തൊഴിലാളിയായിരുന്നു. രാവിലെ ഒന്നും കാണൂല, വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് പോകാൻ. പഴയത് പഠിച്ച കാലത്തിൽ കുറേ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അമ്മ എന്തെങ്കിലും തന്ന് അത് കുടിച്ചുകൊണ്ടാണ് പോണത്. ഉച്ചയ്ക്ക് ചോറൊന്നും കൊണ്ടുപോകില്ല, വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് എന്തെങ്കിലും കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ മക്കൾ അങ്ങനെയാണ്. രാവിലെ അവർക്ക് പ്രഭാത ഭക്ഷണം ഇല്ലേ പ്രസിഡന്റ്? വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാതെ വരുന്ന മക്കൾക്ക് പള്ളിക്കൂടത്തിൽ പ്രഭാത ഭക്ഷണം കൊടുക്കും, രാവിലെ ഭക്ഷണം കൊടുക്കും. ഒരു മക്കളും, ഞാൻ പണ്ടിരുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇരുന്നത് പോലെ ഒരു മക്കളും വിശന്നിട്ട് സ്കൂളിൽ ഇരിക്കൂല. അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്. ഇനി വൈകുന്നേരം വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കിട്ടാത്ത കുട്ടികൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം മിച്ചം വെച്ചിട്ട് വൈകുന്നേരവും അവർക്ക് ആഹാരം കൊടുത്തിട്ടാണ് സാറന്മാർ വിടുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതുണ്ടോ? നമ്മുടെ ചുറ്റും ഞാനീ പറയുന്നത് എന്തെങ്കിലും കള്ളമുണ്ടോ? എന്തെങ്കിലും കള്ളമുണ്ടോ? നമ്മുടെ നേരിട്ട് അറിവിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? അത് നമ്മൾ ആളുകളോട് പറയണ്ടേ? നമ്മുടെ റോഡുകളെല്ലാം മെച്ചപ്പെട്ടു. നമ്മുടെ തീരദേശ ഹൈവേ വരാൻ പോവാണ്, എലിവേറ്റഡ് ഹൈവേ ആണ്. വയാടക്ക് അത് തൂണ് നിർത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് പോകുന്നത്. നമ്മുടെയൊക്കെ സ്ഥലമായിട്ട് എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അത്തരത്തിൽ വികസനങ്ങൾ വരുന്നുണ്ട്, ഹാർബർ വികസിക്കുന്നു. ഇനി ഞാൻ പറയാം, പെൻഷൻ്റെ കാര്യം എടുക്കാം. ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എത്ര മാസമായി? ഈ നവംബർ ആയപ്പോൾ 115 മാസം അല്ലേ? 115 മാസം. ഇനി 5 മാസം കൂടെയാണ് കാലാവധിയുള്ളത്. ഈ 115 മാസം കൊണ്ട് എത്ര മാസത്തെ പെൻഷൻ പിണറായി സർക്കാർ കൊടുത്തു എന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമോ? 133 മാസത്തെ പെൻഷൻ. 18 മാസം കുടിശ്ശിക കൊടുത്തില്ലേ പഴയ 18 മാസം കുടിശ്ശിക ഇപ്പോഴുള്ള 133 മാസത്തെ പെൻഷൻ കൊടുക്കേണ്ടി വന്നു ഈ സർക്കാരിന്. പണ്ട് ഒരു വർഷം പെൻഷൻ കൊടുക്കാൻ 6000 രൂപ 7000 കോടി രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തെ പെൻഷൻ കൊടുക്കാൻ 92,000 കോടി രൂപ വേണം. മനസ്സിലായ? എന്നുവെച്ചാൽ ഇപ്പോൾ 1600 എന്നുള്ള 2000 രൂപയാക്കി ഇപ്പോൾ കിട്ടിയില്ലേ? കിട്ടിയവരുണ്ട്. ബാങ്കിലുള്ളവർക്ക് കിട്ടി. ബാങ്കിലുള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ ഇത് വാങ്ങണവർ? 2000 രൂപയും 1800 രൂപയായിട്ട് വന്നു, ഇന്നുമായിട്ട് വന്നു. ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘത്തിൽ കൊണ്ടുവരുന്നത് ഇന്ന് കൊണ്ടുവരും. ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2500 രൂപ തന്നിട്ട് ഈ മെയ് മാസത്തിൽ ഈ സർക്കാർ പോവുള്ളൂ. പിണറായി സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പെൻഷൻ 2500 രൂപയാക്കും. ഇതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്? കേന്ദ്ര സർക്കാർ നമ്മളിൽ നിന്ന് നികുതി പിരിച്ചു കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചു തരുന്നില്ല. ഇവിടെ നിന്ന് 1 രൂപ പിരിച്ചു കൊണ്ടുപോയാൽ 25 പൈസയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അവരാരെയും അപ്പൻ്റെ സ്വത്തൊന്നും എടുത്തല്ല തരുന്നത്. നമ്മുടെ നിന്ന്, കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചു കൊണ്ടുപോയാൽ 1 രൂപ കൊണ്ടുപോയാൽ നമുക്ക് തിരിച്ച് 25 പൈസ തരുന്നുള്ളൂ. ബീഹാറിൽ 1 രൂപ പിരിച്ചു കൊണ്ടുപോയാൽ 8 രൂപ തിരിച്ചു കൊടുക്കും. പറയുന്നത് നമ്മൾ വികസിച്ചു പോയി, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാതാണ്. നമ്മുടെ പള്ളിക്കൂടങ്ങൾ നന്നായി പോയി, നമ്മുടെ റോഡുകൾ നന്നായി പോയി, നമ്മുടെ ആശുപത്രികൾ നന്നായി പോയി, നിങ്ങളുടെ ആളുകൾക്ക് ആയുസ് കൂടി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പൈസയൊന്നും വേണ്ട. അവർ കൃത്യമായ രീതിയിൽ കേന്ദ്ര സർക്കാർ നമ്മളെ ശ്വാസം മുട്ടിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്നേ ഇത് 2000 രൂപ 2500 വർദ്ധിച്ചേനെ. എന്നേ ഇത് 5000 രൂപയായി ഉയർത്തിയേനെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം ചെയ്തിട്ട് 1600 രൂപയും കൊടുത്തിട്ട് തന്നെ പോയത്. ഓർമ്മ ഉണ്ടായിരിക്കുമോ? 2016 തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ നമ്മൾ പറഞ്ഞത് പെൻഷൻ, വയോജന പെൻഷൻ ഉൾപ്പെടെ സാമൂഹ്യക്ഷേമ പെൻഷൻ 1000 രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതിന് 1600 കൊടുത്തിട്ടാണ് പോയത്. അതുപോലെ ഇത്
2500 എന്ന് പറഞ്ഞാൽ 5000 രൂപ നമ്മൾ കൊടുക്കുമായിരുന്നു. പക്ഷേ നമുക്കതിനുള്ള സാമ്പത്തികമില്ല. നമുക്ക് തരേണ്ടത് അവരെ ഓശാരമൊന്നും നമുക്ക് വേണ്ട. നമ്മളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി നമുക്ക് തിരിച്ചു തരുന്നത് അതായിരുന്നില്ല. ഇപ്പം പെൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പെൻഷൻ ഇവിടെ കേരളത്തിൽ എത്ര ആളുകൾക്കാണ് കൊടുക്കുന്നത്? 62 ലക്ഷം ആളുകൾക്ക്. അതായത് കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ അർഹതയുള്ള ആർക്കെങ്കിലും പെൻഷൻ കിട്ടാതെ ഉണ്ടാ? നിങ്ങളുടെ വാർഡിലുണ്ടാ? നിങ്ങൾക്കറിയാമോ? 60 വയസ്സ് കഴിഞ്ഞിട്ട് പെൻഷൻ അർഹതയുള്ള ഏതെങ്കിലും ഒരു വയോജനം, ആണായാലും പെണ്ണായാലും, കേരളത്തിൽ പെൻഷൻ കിട്ടാതിരിക്കുന്നില്ല. അതായത് അർഹരായിട്ടുള്ള 100% ആളുകൾക്കും പെൻഷൻ കൊടുക്കുന്നു. നമുക്കറിയാം അർഹതയില്ലാത്ത കുറേ ആളുകൾ വാങ്ങുന്നുണ്ട്. എന്നാൽ അർഹതയുള്ള ആർക്കും കൊടുക്കാതിരിക്കുന്നില്ല. ഇന്ത്യ ഒട്ടുക്കുള്ള കണക്ക് നിങ്ങൾക്ക് അറിയാമോ? ഇന്ത്യ ഒട്ടുക്കും 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ സർക്കാരിൻ്റെ സഹായം കിട്ടാൻ അർഹതപ്പെട്ട 14 കോടി ആളുകളുണ്ട്. അതിൽ 2 കോടിയിൽ താഴെ ആളുകൾക്കാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ 62 ലക്ഷം പേരിൽ 8 ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുക്കും. എത്ര രൂപ? കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ എത്ര രൂപ അറിയാമോ? കേന്ദ്ര സർക്കാർ വയോജനങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷൻ എത്ര രൂപയാണെന്ന് അറിയാമോ? 200 രൂപ. ഇവിടെ ചില ആളുകൾക്ക് ചില മാസം 14,500 രൂപ കിട്ടുന്നുള്ളതെന്ന് പറയാൻ വീഴൂലേ? ബാക്കി 200 രൂപ മോടി കൊടുക്കാനുള്ള ആൾ കൊടുക്കാത്തതുകൊണ്ടാണ് അവർക്ക് 1400 രൂപ കിട്ടുന്നത്. വിധവകൾക്കാണെങ്കിൽ 300 രൂപ. അപ്പോൾ അവർക്ക് ഇവിടുന്ന് ചില വിധവകൾക്ക്, അതായത് 62 ലക്ഷം പേരിൽ 8 ലക്ഷം പേർക്ക് പ്രതിമാസം 1400 രൂപ കിട്ടുള്ളൂ. വിധവകൾക്ക് 1300 നമ്മളെ കിട്ടുള്ളൂ. ബാക്കി 300 രൂപ 200 രൂപയും കേന്ദ്രത്തിൽ നിന്ന് വരേണ്ടതാണ്. ആ സമയത്ത് കൊടുക്കൂല. ഞാനീ പറഞ്ഞത് 14 കോടി അർഹതപ്പെട്ടവരിൽ 2 കോടി പേർക്ക് മാത്രമാണ് ഈ കേന്ദ്ര സർക്കാർ 200 രൂപ നിരക്കിൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ 20 വർഷമായി 200 രൂപയാണ്. ഒരു പൈസ വർദ്ധിച്ചിട്ടില്ല. മോഡിയൊക്കെ വലിയ കാര്യങ്ങൾ പറയുമല്ലോ, ഒരു പൈസ വർദ്ധിച്ചിട്ടില്ല. അത്തരത്തിൽ ഈ ഓരോ വീടുകളിലും ഇപ്പോൾ പുതിയ പെൻഷൻ വന്നല്ലോ, സ്ത്രീ സുരക്ഷാ പദ്ധതി പെൻഷൻ എത്ര രൂപയാണ്? നമ്മുടെ വീടുകളിലെ വീട്ടിൽ ചെന്ന ഭർത്താവ് മത്സ്യത്തൊഴിലാളി, ഭാര്യയ്ക്ക് ഗൃഹവൃത്തി. നേരത്തെ സുരേന്ദ്രൻ സാഹു പറഞ്ഞു വെളുപ്പാങ്കാലത്ത് 5 മണി മുതൽ രാത്രി 11 മണി വരെ നിർത്താതെ ജോലി ചെയ്താലും ജോലി തീരൂല, കുറ്റങ്ങൾ മാത്രം, നിനക്ക് ജോലിയൊന്നുമില്ല എന്ന് പറച്ചിലും അല്ലേ? അങ്ങനെയല്ലേ സ്ത്രീകൾ? നമ്മുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ വെളുപ്പാങ്കാലത്ത് നിങ്ങളൊക്കെ ഉണരുന്നതിന് മുമ്പ് അവരുണരും. നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയി കിടന്നുറങ്ങും. അവർ പിന്നെ പാത്രം കഴുകി വെച്ചിട്ടല്ലേ ഉറങ്ങാൻ പറ്റും. ഈ രാവിലെ വെളുപ്പാങ്കാലത്ത് 5 മണി മുതൽ പാതിരാത്രി 11-12 മണി വരെ നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു ശമ്പളവും വേതനവുമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, അവരുടെ ഒരു വസ്ത്രം വാങ്ങണമെങ്കിൽ ഭർത്താവിൻ്റെ മക്കളെ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ. ആ അവസ്ഥ ഇല്ലാതാക്കുകയാണ് നമ്മുടെ സർക്കാർ. 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള മഞ്ഞ കാർഡും പിങ്ക് കാർഡുമുള്ള വീടുകളിലെ 30-നും 35-നും 60-നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കാൻ നമ്മുടെ സർക്കാർ തീരുമാനിച്ചു. ഈ മാസം മുതൽ ലഭ്യമാണ്. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷാ ഫലം ഉണ്ടല്ലേ പ്രസിഡന്റ്? അപേക്ഷാ ഫലം വന്നില്ല, ഓൺലൈനിലുണ്ട്. ഈ സമയമൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് ആൾക്ക് കൊണ്ട് കൊടുക്കണം. വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ഫാമിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് കൊടുക്കണം. അതുകൊണ്ട് നിന്നോ, നമ്മുടെ വീടുകളിലെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന യുവാക്കളിലെ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള നമ്മുടെ വീട്ടിലെ ആണും പെണ്ണുമായിട്ടുള്ള കുട്ടികൾ, അവർക്ക് മഞ്ഞ കാർഡും പിങ്ക് കാർഡുമുള്ള വീടുകളിലെ കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞ് തൊഴിലന്വേഷിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ പെൻഷൻ ഈ മാസം നവംബർ മാസം മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ അപേക്ഷാ ഫാറമെല്ലാം ഓൺലൈനുണ്ട്, പൂരിപ്പിക്കുക, പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് കൊടുക്കുക. പക്ഷെ അത് ഈ 2 പെൻഷനും മഞ്ഞ കാർഡുകാർക്കും ചുവന്ന പിങ്ക് കാർഡുകാർക്ക് മാത്രമേ ലഭ്യമാവും. അപ്പോൾ അങ്ങനെ നിരവധി ഇപ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ വോട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഈ സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മളെ വിമർശിക്കാത്തത്? എന്താണ് വിമർശിക്കാത്തത്? ആരെങ്കിലും പറയുന്നുണ്ടോ സർക്കാർ അത് ചെയ്ത് ഇത് ചെയ്തെന്ന്? അവർ കള്ളങ്ങളാണ് പറയുന്നത്, പച്ചക്കള്ളങ്ങൾ പറഞ്ഞു വരുത്തുന്നു, മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വർഗീയ പാർട്ടിയായിട്ട് മാറുകയാണ്. അവർ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൊടുക്കുകയാണ്. ഇസ്ലാം രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഈ കേരളത്തിലെ ഇന്ത്യയിലെ 99% മുസ്ലിങ്ങളും വെറുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിറകിലാണ് കോൺഗ്രസ് പോകുന്നത്. ഈ ഹിന്ദു സമൂഹത്തിനിടയ്ക്ക് RSS എന്തു ചെയ്യുന്നുവോ അത് തന്നെയാണ് ഈ ഇസ്ലാമിനിടയിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ ചെയ്യുന്നത്. ആളുകളെ തമ്മിലടിപ്പിച്ച് നമ്മുടെ സക്കീർ സഖാവ് കൊല്ലപ്പെട്ടത് ഇവിടെയാണല്ലോ, അല്ലേ? അപ്പോൾ ഇസ്ലാം തീവ്രവാദത്തിൻ്റെ ആദ്യത്തെ ഇര ഈ നമ്മുടെ മാടമ്പളം ഈ പെരുമാതുറ ഭാഗത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ കോൺഗ്രസ് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുന്നില്ല, ആശുപത്രികളിൽ വരുന്നില്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ KSRTC ഓടുന്നില്ല എന്ന് പറയുന്നില്ല, പള്ളിക്കൂടത്തിൽ കുറ്റം പറയുന്നില്ല, ഹാർബറിൻ്റെ അപകടം പറ്റിയ കാര്യമാണ് പറയുന്നത്. അപകടം ഇല്ലാതാക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ
ഇവിടെ ഇരിക്കുന്നവരാരും ഈ ഇവർക്കാർക്ക് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നവരല്ല. അവർ ഈ ഇവിടുത്തെ CPM-ന്റെ പ്രവർത്തകരാണ്. ഈ നമ്മൾ ഓരോരുത്തരും ഇക്കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ആദ്യം സംസാരിക്കണം, അയൽവക്കത്ത് സംസാരിക്കണം, നമ്മുടെ സ്ക്വാഡുകളിൽ പോകുമ്പോൾ പറയണം. ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലേ ആളുകൾക്ക് മനസ്സിലാവും. നമുക്കറിയാമല്ലോ, ആളുകളെല്ലാം മറന്നുപോകും, പെട്ടെന്ന് എല്ലാം മറന്നുപോകും. നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, അതിദാരിദ്ര്യം ഇല്ലാതാക്കി. നമ്മുടെ പഞ്ചായത്തിൽ എത്ര സഹാക്കളെ, എത്ര പേരുണ്ടായിരുന്നു സഹായ അതിദാരിദ്ര്യം? 125. അതിദാരിദ്ര്യം ഇല്ലാതാക്കി. അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തന്നെ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ 2 പ്രദേശങ്ങളേ ഉള്ളൂ. ഒന്ന് ചൈന, അവർ 2020 തീർത്തു. നമ്മൾ 2025 കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമില്ലാതായി എന്നല്ല അർത്ഥം. 2 നേരമെങ്കിലും ആഹാരം കഴിക്കാൻ സാഹചര്യമില്ലാത്തവർ, ഒരു അടച്ചുറപ്പുള്ള അല്ലെങ്കിൽ കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർ, അതുപോലെ തന്നെ ചില വീടുകളിൽ ഒരു വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ട്, ഭാര്യയുണ്ട്, അയാളെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യമുള്ളൊരു കുഞ്ഞുണ്ട്, ആ അമ്മയുണ്ട്, ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. അവർ അതിദാരിദ്ര്യമുള്ളവരാണ്. ഒരാൾ ഭർത്താവ് തീരെ കിടപ്പാണ്, ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ അതിദാരിദ്ര്യമുള്ളവരാണ്. അവർക്ക് ആവശ്യം എന്താണ്? അവർക്ക് വരുമാനമാണ് ആവശ്യം, അല്ലേ? ചില വീടുകളിൽ ഒരാൾ മാത്രമുണ്ട്, ഒറ്റയ്ക്കുണ്ട്, കിടപ്പ് രോഗിയാണ്, അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അയാൾക്ക് പൈസയൊക്കെ ഉണ്ട്, പക്ഷെ സമയത്ത് ആഹാരം കിട്ടുന്നില്ല. അയാളെയും നമ്മൾ ആ കൂട്ടത്തിൽ അവർക്കെല്ലാം ആഹാരം എത്തിച്ചു കൊടുത്ത് അവർക്കെല്ലാം ഈ ജീവിക്കാനുള്ള സാഹചര്യം അതായത് 64,000 ആളുകളെ കണ്ടെത്തി അവർക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചല്ല, അവർക്ക് ഓരോരുത്തർക്കും ഓരോ പദ്ധതി, മൈക്രോ പ്ലാൻ എന്ന് ഇംഗ്ലീഷ് പറയും, സൂക്ഷ്മ പദ്ധതി, ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഓരോ വീടിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി നടപ്പിലാക്കിയാണ് അതിദാരിദ്ര്യം നമ്മൾ ഇല്ലാതാക്കിയത്. അത് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണത്. ലോകത്തെങ്ങുമില്ലാത്ത രീതിയിൽ ഒരു 2ാം പിണറായി സർക്കാർ വന്നപ്പോൾ ആദ്യത്തെ മന്ത്രിസഭയിൽ തീരുമാനിച്ചാണ് നമ്മൾ അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള പദ്ധതി ഒരു മനുഷ്യനും ചിന്തിക്കാത്ത, ലോകത്താരും ചിന്തിക്കാത്ത തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ചിട്ട് നല്ല അന്തസ്സോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഓരോ വീടുകളിലും പോയി വോട്ട് ചോദിക്കാൻ പോകുന്നത്, അല്ലേ? നമ്മളൊന്നും ആരുടെയും മുമ്പിൽ തലപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുണ്ടല്ലോ, അവരുടെ പഞ്ചായത്ത് സേവനങ്ങൾ കൊടുത്തില്ലേ? നിങ്ങളുടെയൊക്കെ അഭിമാനമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപമാനമുണ്ടോ? ആരെങ്കിലും നിങ്ങളുടെ ഭാഗ്യ സ്ഥാപനം പറ്റി കുറ്റം പറയോ? അങ്ങനെ മോഷ്ടിച്ചെന്ന് പറയോ? അങ്ങനെ അത് ചെയ്തില്ല എന്ന് പറയോ? പറയില്ല. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ സർക്കാരിനായിരുന്നാലും ശരി, പഞ്ചായത്തിനായിരുന്നാലും ശരി, വളരെ അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി ഓരോ വീടുകളിലും പോയി പറയണം. നമുക്കറിയാം, ഈ ചിറയൻകീഴ് പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ 3 പേര് പരസ്പരം ഇവിടെയാണ് മത്സരിക്കുന്നത്. 11ാം വാർഡും 12ാം വാർഡും 13ാം വാർഡിലെ നമ്മുടെ സ്ഥാനാർത്ഥികൾ തമ്മിലൊരു മത്സരമുണ്ട്. ആർക്കാണ് കൂടുതൽ ഭൂരിപക്ഷം? ഈ 3 വാർഡും നമ്മൾ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിൽ ദീപ്തിക്കാണോ സഫീദയ്ക്കാണോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എന്നുള്ള തരത്തിലുള്ള മത്സരമാണ് നടക്കുന്നത്. അതുപോലെ ഈ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നമ്മുടെ ചിറയൻകീഴ് ഡിവിഷനിൽ നിന്ന് സജിത് ഉമ്മറിന് ഉണ്ടാവണം. നമ്മൾ തെളിയിച്ചു കൊടുക്കണം, പെരുമാതുര തെളിയിച്ചു കൊടുക്കണം. ഈ നാട് ചുവന്ന നാടാണ്. ഈ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ ചിറയൻകീഴ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സജിത് ഉമ്മർ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള, അത് അങ്ങനെ ജയിപ്പിക്കാനുള്ള ഒരു തീരുമാനവും അതിനുവേണ്ടിയുള്ള പ്രവൃത്തിയും നമുക്ക് വേണ്ടേ? അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന സുരേന്ദ്രൻ സാധാരണ തൊഴിലാളിയായി വന്ന് തൊഴിലാളി നേതാവായി മാറി കഴിഞ്ഞ 10-35 വർഷമായി പ്രവർത്തന രംഗത്ത് തന്നെയുള്ള സഖാവാണ്. ആ സഖാവിനെയും നമ്മുടെ മേഖലയിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പ്രവർത്തനമൊക്കെ ഇപ്പോൾ ഒരു കമ്മിറ്റിയൊക്കെ എടുത്ത് തീരുമാനിക്കും. ശ്രമങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ, ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. ലാൽ സലാം സഖാക്കളെ.